ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ടൊമാറ്റോ റൈസാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അരി ഊറ്റിയെടുത്ത് വെക്കുന്നതല്ല, വെള്ളം വറ്റിച്ച് റെഡിയാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ സൈസ് അരിയാണ്. അരി 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കിലോത്തിന് കൂടുതലുണ്ടാവും. അത് എൻ്റെ വലിയ കപ്പാണ്, അതുകൊണ്ടാണ് അത്രയും എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് വാറ്റ വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, വെളുത്തുള്ളി 2 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തക്കാളിയാണ്. 2 വലിയ തക്കാളി എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചെടുക്കാം. ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്നും പരിപ്പും 1 ടീസ്പൂണ് തുവരപ്പരിപ്പും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 കരയാമ്പൂവ്, 1 ഏലക്കായ, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചാൽ മതി, ചതച്ചെടുക്കണം എന്നില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയാണ്. 2 വലിയ തക്കാളിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ചേർക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, എരിവ് അനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കുറവ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇവിടെ ചോറ് വറ്റിച്ചെടുക്കണോണ്ട് തന്നെ ഇപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അനുസരിച്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പം 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ടേസ്റ്റിനേക്കാളും ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചോറിൽ ഉപ്പുണ്ടാവില്ല, കുറവായിരിക്കും. അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വെള്ളം തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ വാറ്റ വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാനായിട്ട് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചോറൊന്ന് വേവിച്ചെടുക്കാം. ടൊമാറ്റോ റൈസിന് കറികളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു കച്ചമ്പറോ സലാഡോ ആവശ്യമുള്ള. ഇവിടെ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, സാൾട്ടൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചോറ് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് ഈ കച്ചമ്പറൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 2-3 തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ടൊമാറ്റോ റൈസിലേക്കുള്ള കച്ചമ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസാണിത്. ഇതിലാണെങ്കിൽ കറികളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കച്ചമ്പറോ അല്ലെങ്കിൽ ഒരു സലാഡോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിൽ ദെൻ ടേക്ക് കെയർ.